ഹലോ, കുറച്ച് ചേരുവകൾ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മന്തിയാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. ഞാനിവിടെ തൊലി കളയാത്തൊരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനൊന്ന് നന്നായിട്ട് ക്ലീൻ ആക്കണം. ഫുൾ ചിക്കനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിവിടെ ഇതിനൊരു 4 കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ ഒന്ന് നന്നായിട്ട് കുത്തി കൊടുക്കാം. കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മസാല നമ്മൾ ഇടണുള്ളൂ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് മസാല റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തേക്ക് കുറച്ച് ഓയിലും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് മസാലകൾ മാത്രമേ ഇവിടെ ഉപയോഗിക്കണുള്ളൂ. ഇതിലേക്ക് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനിൽ നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ പുരട്ടി കൊടുക്കണം. ബാക്കിയുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ചിക്കൻ നമ്മൾ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. തലേ ദിവസം ചിക്കൻ റെഡിയാക്കി വെച്ചാലും മതി. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ആവി കയറ്റി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കുക്കറിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. കുക്കറിൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലി പാത്രം യൂസ് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് ഞാനൊരു സ്റ്റാൻഡ് ഇറക്കി വെക്കുന്നുണ്ട്. ഈ സ്റ്റാൻഡ് മുങ്ങാത്ത രീതിയിലായിരിക്കണം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഓരോ ചിക്കനായിട്ട് വെച്ച് കൊടുക്കാം. കുക്കറിൻ്റെ വലിപ്പത്തിനും അതുപോലെ തന്നെ സ്റ്റാൻഡിൻ്റെ ഹൈറ്റിനും അനുസരിച്ചിട്ട് നമുക്ക് വെള്ളം കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ചിക്കൻ അതിൽ മുങ്ങി പോകാതിരിക്കാൻ നോക്കണം. ചിക്കനെല്ലാം ഇതുപോലെ അടുക്കി വെച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ ഇങ്ങനെ ചെയ്യുന്നത് റിസ്ക് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി തട്ട് യൂസ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാവൂ. കുക്കർ ഒരു 3 വിസിലടിച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. ചിക്കൻ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. സപ്പോസ് ചിക്കൻ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വിസിലടിപ്പിച്ചാൽ മതി. ഇനി ഇതിലെ ചിക്കനും അതുപോലെ തന്നെ ഇതിലെ വെള്ളമൊക്കെ നമുക്കൊന്ന് സെപ്പറേറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കണം. അതിനായിട്ട് പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഒരു ബേ ലീഫും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളി അത്യാവശ്യം ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സോൾട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ വേവിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രയാണോ റൈസ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ബാക്കി നമ്മൾ ചുടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ. ചിലപ്പോൾ അതിൽ ചേഞ്ചസ് ഒക്കെ വരാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. റൈസ് ഒരു 80% കുക്കായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ റൈസിലേക്ക് നന്നായിട്ട് ഇറങ്ങി ചെല്ലും. ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു നല്ല റെസിപ്പിയാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഫിഷ് മാർക്കറ്റ് വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഡിഫറൻസേ ഉള്ളൂ അബുദാബി ഫിഷ് മാർക്കറ്റിലേക്ക്. നമ്മൾ അവിടുന്ന് ആവശ്യമായിട്ടുള്ള ഫിഷൊക്കെ വാങ്ങിച്ച് തിരിച്ചു പോന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ. താങ്ക് യു.